എം വിശ്വേശ്വരയ്യയുടെ ഫേമസ് ആയ ഒരു ബുക്ക് ഏതാണ്? പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ. ഇന്ദിരാഗാന്ധി ആണ് ഈ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഇന്ദിരാഗാന്ധി എന്ത് പരിപാടി നടപ്പിലാക്കിയത്? 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയത്. മലയാളിയായ KN രാജ് ആണ് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്, അല്ലെങ്കിൽ നടത്തിപ്പിന് മേൽനോട്ടം കൊടുത്ത ആരാണ്? മലയാളിയായ വ്യക്തിയാണ്. ആരാണ്? KN രാജ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഷാലിമ. അപ്പൊ എല്ലാവരും തന്നെ CPO എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. ഒരു ജോലി കിട്ടാൻ വേണ്ടി, ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് സിലബസ് നോക്കിയിട്ട് ആ സിലബസ് ആദ്യം എന്ത് ചെയ്യണം? കവർ ചെയ്യണം. അപ്പൊ സിലബസ് കവർ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ടോപ്പിക്കിൽ നിന്നും ഈച്ച് ആൻഡ് എവറി പോയിന്റ് നല്ല രീതിയിൽ തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റാങ്ക് വാങ്ങിച്ച് നമുക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ നബാർഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നബാർഡ്. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കുറച്ച് പ്രസ്താവനകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലെ നബാർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന, ശരിയായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് എന്താണ്? ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. അപ്പോ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് രൂപീകരിക്കപ്പെട്ടത്? നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. അടുത്ത എന്താണ്? നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? നിങ്ങൾക്ക് നോക്കിയിട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആ ശരിയെന്ന് തോന്നിയത്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ആദ്യം നമുക്ക് നബാർഡിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോ നമുക്കറിയാം നബാർഡ് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ശിവരാമൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിച്ചിരിക്കുന്നത്. അതെന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അതുപോലെ കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. അതെന്താണ്? കറക്റ്റ് ആണ് അല്ലെ? അപ്പൊ കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി രൂപീകരിക്കപ്പെട്ട ബാങ്ക് ഏതാണ്? നബാർഡ് ആണ് അല്ലെ? നബാർഡ് ഏത് വർഷമാണ് രൂപീകരിച്ചത്? 1982 അല്ലെ? 1982 ശിവരാമൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1982 ജൂലൈ 12 1982 ജൂലൈ 12 ശിവരാമൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി രൂപീകരിച്ച ബാങ്കാണ് നബാർഡ്. അപ്പോ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ഏത് ബാങ്കാണ്? നബാർഡ് ആണ് അല്ലെ? നബാർഡ് അറിയപ്പെടുന്ന എന്താണ്? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ ഏതാണ്? നബാർഡ് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ഏത് ബാങ്കാണ്? വായ്പകളുടെ നിയന്ത്രകൻ ഏതാണ്? നമ്മുടെ RBI ആണ് അല്ലെ? വായ്പകളുടെ നിയന്ത്രകൻ RBI ആണ്. ഇത് മാറിപ്പോരുത്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന് ചോദിച്ചാൽ ഏതാണ്? നബാർഡ് ആണ്. ഓക്കെ, അപ്പോ 1982 ജൂലൈ 12 ശിവരാമൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി രൂപീകരിച്ച ബാങ്കാണ് നബാർഡ്. ഓക്കെ, അപ്പൊ നബാർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? മുംബൈയിലാണ് അല്ലെ? നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം എന്താണ്? ഈ 3 സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ 1, 2, 3 എന്താണ് ഇതിന്റെ ആൻസർ? 1, 2, 3 ആണ്. ഓപ്ഷൻ ഡി ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? എം വിശ്വേശ്വരയ്യയാണ് അല്ലെ? എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അങ്ങനെ പറയുവാണെങ്കിൽ PSC എക്സാമുകൾക്ക് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയ ഒരു ബുക്ക് ഉണ്ട്. എം വിശ്വേശ്വരയ്യയുടെ ഫേമസ് ആയ ഒരു ബുക്ക് ഏതാണ്? പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ. ഏതാണ്? പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ.
ആരുടെ പ്രശസ്തമായ ബുക്കാണ്? എം വിശ്വേശ്വരയ്യയുടെ പ്രശസ്തമായ ബുക്കാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ്? എം വിശ്വേശ്വരയ്യയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ ജന്മദിനം എന്തായിട്ട് ആഘോഷിക്കുന്നു? എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു അല്ലെ. അപ്പൊ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. അങ്ങനെ പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിക്സിന്റെ പിതാവിനെ കുറിച്ച് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജി ആണ് അല്ലെ. ആരാണ് ഇന്ത്യൻ ഇക്കണോമിക്സിന്റെ പിതാവ്? ദാദാഭായ് നവറോജി. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ ഫേമസ് ആയ ബുക്ക് ഏതാണ്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അല്ലെ. ദാദാഭായ് നവറോജിയുടെ ഫേമസ് ബുക്കാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പൊ പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ ആരുടെയാണ്? എം വിശ്വേശ്വരയ്യയുടെ ആണ്. അതുപോലെ ദാദാഭായ് നവറോജിയുടെ ആണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻ ഇക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയുടെ. അതുപോലെ തന്നെ ട്രെയിൻ തിയറി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രെയിൻ തിയറി ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ട്രെയിൻ തിയറി എന്ന് വെച്ചാൽ ചോർച്ചാ സിദ്ധാന്തം അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? പ്രസ്താവന 1 ഏതാണ്? ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാം. അപ്പൊ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രസ്താവന എന്താണ്? ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നു. അടുത്ത പ്രസ്താവന 2 ഏതാണ്? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികൾ ഏതാണ്? സ്ഥിരീകരണ നടപടികളാണ്. അടുത്തത് പ്രസ്താവന 3. പ്രസ്താവന 3 എന്താ പറയുന്നത്? ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാ തരം വ്യവസായങ്ങളുടെയും ലൈസൻസിംഗ് സമ്പ്രദായം അവസാനിപ്പിച്ചു. ഇതാണ് 3 പ്രസ്താവന തന്നിരിക്കുന്നത്. അതില് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ് ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമുക്ക് ചോദ്യം. അപ്പൊ ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇതിലെ ശരിയായ പ്രസ്താവന എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്കറിയാം എന്താണ് ഓപ്ഷൻ എ ആണ് അല്ലെ ശരി. എന്താണ് പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, 3 എന്താണ്? 3 ശരിയല്ല. ഓക്കെ, അപ്പൊ നമുക്കറിയാം 1991 എന്ത് വരുന്നത്? പുത്തൻ സാമ്പത്തിക പരിഷ്കരണം വരുന്നത് അല്ലെ. അപ്പൊ LPG എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? LPG എന്താണ്? LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതുപോലെ എന്താണ്? ഗ്ലോബലൈസേഷൻ. അപ്പൊ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഏത്? LPG. അപ്പൊ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അല്ലെ. അപ്പോ നമുക്കറിയാം ആ ഒരു സമയത്ത് ആരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി? ആരായിരുന്നു? നരസിംഹറാവു ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. ഓക്കെ, അപ്പൊ നരസിംഹറാവു ആയിരുന്നു ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരസിംഹറാവു. അതുപോലെ തന്നെ ആ സമയത്ത് ആരായിരുന്നു നമ്മുടെ ധനകാര്യമന്ത്രി? ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആണ് അല്ലെ. അപ്പൊ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? നരസിംഹറാവു ആണ്. അതുപോലെ നമ്മുടെ ധനകാര്യമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് LPG. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും മറ്റുള്ളവർക്ക് എന്താണ് ബിസിനസ് ചെയ്യാനായിട്ട് ഉദാരമായിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്ന ആ ഒരു രീതിയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ്? പ്രസ്താവന 3 എന്താണ്? ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിംഗ് സമ്പ്രദായം അവസാനിപ്പിച്ചു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. ഓക്കെ, എല്ലാവർക്കും ലൈസൻസ് കൊടുക്കുകയാണ് ആ സമയത്ത് ചെയ്തത്, അല്ലാതെ ലൈസൻസ് സമ്പ്രദായം നിർത്തലാക്കുകയല്ല അതുമൂലം ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതായിരുന്നു? ആൻസർ 1ഉം 2ഉം ശരിയാണ്, 3 ശരിയല്ല. അപ്പോ നമുക്കറിയാം നമ്മുടെ CPO എക്സാം എന്താണ്? ജൂൺ 8 അല്ലെ. CPO എക്സാം വരുന്നത് ജൂൺ 8. അതുപോലെ WCPO എക്സാം വരുന്നത് എന്നാണ്? ജൂൺ 29. അപ്പൊ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ നല്ല റാങ്ക് വാങ്ങിച്ച് എക്സാം വിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ എക്സാമിന് പ്രിപ്പയർ ആക്കുന്നതിന് വേണ്ടി, ജോലി വാങ്ങിക്കാൻ നിങ്ങളെ റെഡി ആക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ 60 days ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഏത് വഴിയാണ്, ആപ്പ് വഴിയാണ് അല്ലേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ റെക്കോർഡായിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിന് പുറമെ ഇതിൻ്റെ എല്ലാം PDF നോട്ട്സ് ഉണ്ടാകും. ഇതിനെല്ലാം പുറമെ എന്താണ്, നമ്മൾ ഇതിൻ്റെയൊക്കെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ക്ലാസ്സുകളെല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ്, നമുക്ക് കൂടുതൽ എക്സാം എഴുതി നോക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻ പാറ്റേൺ, എക്സാം പാറ്റേൺ ഒക്കെ മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ കൊണ്ട് കൂടുതൽ എക്സാമുകൾ എഴുതി നോക്കിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ടാവും. നമുക്ക് എപ്പോഴും ഒരു ഗൈഡൻസിന്റെ ആവശ്യമുണ്ട് അല്ലേ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഈ ഒരു ക്രാഷ് ബാച്ചിൽ 60 ഡേയ്സിന്റെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അഥവാ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നമ്മുടെ ഒരു കോഴ്സിലേക്ക് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ എക്സാം എഴുതുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ കുറെ ബാങ്കുകളുടെ കുറെ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അതിലെ ശരിയല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഇതിൽ ശരിയല്ലാത്തത്? നമുക്കറിയാം ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്ന ഏതിനാണ്, RBI ആണ് അല്ലെ. നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് RBI. ബാങ്കുകളുടെ ബാങ്ക്, ഗവൺമെന്റിന്റെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഏത് ബാങ്കിനെയാണ്, നമ്മുടെ RBI ആണ് അല്ലെ. അതുപോലെ വാണിജ്യ ബാങ്ക് ഏതാണ്, നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് വാണിജ്യ ബാങ്ക് ഏതാണ്, നമ്മുടെ SBI ആണ്. ഇതും ശരിയാണ്. ഓക്കെ, അതുപോലെ പുതുതലമുറ ബാങ്ക് നമുക്കറിയാം HDFC, ICICI ബാങ്ക് ഒക്കെ എന്താണ്, പുതുതലമുറ ബാങ്ക് ആണ് അല്ലെ. അപ്പൊ പുതുതലമുറ ബാങ്ക് ICICI ബാങ്ക്, അതും ശരിയാണ്. അപ്പൊ ഇതിൽ തെറ്റ് എന്താണ്, ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോ എന്താണ് സഹകരണ ബാങ്ക് LIC, ഇതെന്താണ്, തെറ്റാണ് അല്ലെ. LIC എന്താണ്, സഹകരണ ബാങ്ക് അല്ല. അപ്പൊ ഇതില് ഇതെന്താണ്, തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താണ്, ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു, ശരി ഉത്തരം എഴുതാനെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് 1 കുറെ സംഭവങ്ങളുണ്ട്, ലിസ്റ്റ് 2 അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയാണ്, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നൊക്കെ തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമുക്കറിയാം പ്രാഥമിക മേഖല എന്തുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്, പ്രകൃതി വിഭവങ്ങൾ നേരിട്ടെടുത്ത് ഉപയോഗിക്കുന്ന മേഖലയാണ് പ്രാഥമിക മേഖല അല്ലെ. കൃഷി, ഖനനം, മത്സ്യബന്ധനം ഇതൊക്കെ ഏത് മേഖലയിലാണ്, നമ്മുടെ പ്രാഥമിക മേഖലയിലാണ് വരുന്നത്. അപ്പൊ പ്രകൃതി വിഭവങ്ങൾ നേരിട്ടെടുത്ത് ഉപയോഗപ്പെടുത്തുന്ന മേഖല ഏതെന്ന് ചോദിച്ചാൽ ഏത് മേഖലയാണ്, പ്രാഥമിക മേഖലയാണ്. ഓക്കെ, അതിനുശേഷം എന്താണ്, രണ്ടാമതാണ് വ്യാവസായിക മേഖല വരുന്നത് അല്ലെ. വ്യാവസായിക മേഖല ഏതാണ്, ദ്വിതീയ മേഖല. അപ്പൊ ഈ പ്രാഥമിക മേഖല അറിയപ്പെടുന്ന പേരെന്താണ്, കാർഷിക മേഖല എന്നറിയപ്പെടുന്നു. കാർഷിക മേഖല ഏതാണ്, പ്രാഥമിക മേഖലയാണ്. രണ്ടാമത്തെ മേഖല ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖല എന്താണ്, വ്യാവസായിക മേഖലയാണ് അല്ലെ. വ്യാവസായിക മേഖലയാണ് ദ്വിതീയ മേഖല. അതുപോലെ തൃതീയ മേഖല എന്ന് വെച്ചാൽ എന്താണ്, മൂന്നാമത്തെ മേഖലയാണ് അല്ലെ. എന്താണത്, സേവന മേഖലയാണ്. സേവന മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഉദാഹരണം പറയുവാണെങ്കിൽ എന്താണ്, പ്രകൃതിയിൽ എന്താണ് നമ്മൾ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്ക് തുണിക്ക് വേണ്ടിയാണ് അല്ലെ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നേരെ പ്രകൃതിയിൽ നിന്ന് പരുത്തി ഉൽപ്പാദിപ്പിച്ചിട്ട് നേരെ എങ്ങോട്ട് പോകുന്നു, തുണി ഉണ്ടാക്കാൻ വേണ്ടി എങ്ങോട്ട് പോകണം, വ്യവസായശാലയിലേക്ക് പോകണം അല്ലെ. അത് ഏതാണ്, ഈ ദ്വിതീയ മേഖലയാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, തുണി ആയി കഴിഞ്ഞതിന് ശേഷം അത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു, നമ്മൾ അത് വിൽപ്പന നടത്തണം അല്ലെ. അതിനെങ്ങോട്ട് കൊണ്ടുപോകുന്നു, അത് സേവന മേഖലയിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഇതിലെ നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു, ശരിയായവ കണ്ടെത്താൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഗതാഗതം ഏതാണ്, ഗതാഗതം വരുന്നത് ഏത് മേഖലയാണ്, ഗതാഗതം വരുന്നത് മത്സ്യബന്ധനം ഏതാണ്, നിർമ്മാണം ഏതാണ്, ഏത് മേഖലയാണ് വരുന്നത്, ഏതാണ്, നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ C ആണ് അല്ലെ. അപ്പൊ 1ന്റെ ആൻസർ ഏതാണ്, 1 C ആണ്. 1ന്റെ ആൻസർ വരുന്നത് ഏതാണ്, 1 C. ഗതാഗതം ഏത് വരുന്നു,
സേവന മേഖലയാണ്, തൃതീയ മേഖലയാണ് വരുന്നത് അല്ലെ. അപ്പൊ മത്സ്യബന്ധനം ഏതാണ്? കൃഷി, ഖനനം, മത്സ്യബന്ധനം ഒക്കെ ഏത് മേഖലയാണ്? നമ്മുടെ പ്രാഥമിക മേഖലയിലാണ് വരുന്നത്. അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏത് മേഖലയിൽ വരുന്നു? നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യവസായം ഒക്കെ ഏതാണ്? ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 1C, 2A, 3 ഏതാണ്? 3B ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പഞ്ചവത്സര പദ്ധതി നമ്മുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചവത്സര പദ്ധതി വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മുടെ എല്ലാ എക്സാമുകൾക്കും പഞ്ചവത്സര പദ്ധതി എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ എന്താണ്? 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഫസ്റ്റ് എന്താണ്? പ്രസ്താവന 1 എന്താണ്? 1974, 1978 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. അടുത്തത് പ്രസ്താവന 2 എന്താണ്? ഗരീബി ഹഠാവോ പരിപാടി നടപ്പിലാക്കി. അപ്പൊ 5ാം പഞ്ചവത്സര പദ്ധതി സമയം 1974 മുതൽ 78 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. രണ്ടാമത്തെ പ്രസ്താവന ഗരീബി ഹഠാവോ എന്ന പരിപാടി നടപ്പിലാക്കി. അടുത്ത എന്താണ്? പ്രസ്താവന 3 എന്താ പറയുന്നത്? ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. ഇത്രയുമാണ് ഇത് പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഏത് പ്രസ്താവനയാണ് 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ശരിയായ പ്രസ്താവനകൾ ചോദിച്ചാൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ. പ്രസ്താവന നമുക്കറിയാം, പ്രസ്താവന 1, 2, 3 എന്താണ്? ശരിയാണ് അല്ലെ, എല്ലാം ശരിയാണ്. അപ്പൊ ഗരീബി ഹഠാവോ എന്ന് 5ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ആഹ്വാനം ചെയ്തത് ആരാണ്? ഏത് പ്രധാനമന്ത്രിയാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് അല്ലെ. ആരാണ്? ഇന്ദിരാഗാന്ധി. അതുപോലെ ഇന്ദിരാഗാന്ധി ആണ് ഈ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഇന്ദിരാഗാന്ധി എന്ത് പരിപാടി നടപ്പിലാക്കിയത്? 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയത്. 20 ദിന പരിപാടി എന്തിനു വേണ്ടിയാണ്? 20 ദിന പരിപാടി എന്തിനു വേണ്ടിയാണ് 20 ദിന പരിപാടി നടപ്പിലാക്കിയത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണ്. എന്തിനാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇന്ദിരാഗാന്ധി 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയത്. അതുപോലെ ഗരീബി ഹഠാവോ എന്ന് ആഹ്വാനം ചെയ്തത് ആരായിരുന്നു? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അപ്പൊ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, USSRൽ നിന്നാണ് അല്ലെ. USSRൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ പഞ്ചവത്സര പദ്ധതി, 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ്? 1951 അല്ലെ. 1951 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. നെഹ്റു ആണ് ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി. ഓക്കെ, അപ്പോ ഈ പഞ്ചവത്സര പദ്ധതി നമ്മൾ പറഞ്ഞു USSRൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് പറഞ്ഞു, നമ്മൾ ആശയം എടുത്തിരിക്കുന്നത്. അപ്പോ നമ്മുടെ പഞ്ചവത്സര പദ്ധതി ലോകത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജോസഫ് സ്റ്റാലിൻ ആണ് അല്ലെ. ഓക്കെ, ആരാണ്? ജോസഫ് സ്റ്റാലിൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പില് അല്ലെങ്കിൽ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? KN രാജാണ്. മലയാളിയാണ് അദ്ദേഹം അല്ലെ. മലയാളിയായ KN രാജാണ് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് അല്ലെങ്കിൽ നടത്തിപ്പിന് മേൽനോട്ടം കൊടുത്ത ആരാണ്? മലയാളിയായ വ്യക്തിയാണ്. ആരാണ്? KN രാജ്. ഓക്കെ, അപ്പൊ 1ാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡൽ എന്ന് അറിയപ്പെടുന്നു? ഹരോൾഡ് ഡോമർ മോഡൽ അല്ലെ. ഹരോൾഡ് ഡോമർ മോഡൽ ഏതാണ്? ഹരോൾഡ് ഡോമർ മോഡൽ 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ കൃഷിക്കാണ് പ്രാധാന്യം കൊടുത്തത് 1ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അപ്പൊ കാർഷിക പദ്ധതി എന്ന് അറിയപ്പെടുന്ന ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ പഞ്ചവത്സര പദ്ധതി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും എക്സാമിന് ചോദിക്കുന്നത്. പഴയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം കേട്ടോ. എന്നാൽ ഈ ഒരു മോഡലിന് ആ ഒരു രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ CPOക്ക് വേണ്ടിയിട്ട്
എന്ത് ചെയ്യുന്നുണ്ട് 60 ഡേയ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും വേറെ ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക്